നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ഓഫ് 3 ഡിജിറ്റ് ആൻഡ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ ആണ്. സോ എല്ലാ മക്കൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കുവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ചെയ്യണം. നമ്മൾ ആദ്യമേ നമ്പേഴ്സിനെ കോളം വൈസ് ആയിട്ട് എഴുതണം. നമ്മളിവിടെ കോളം വൈസ് ആയിട്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേസ് വാല്യൂസ് കൊടുക്കുക. 1s പ്ലേസ്, 10s പ്ലേസ്, 100 പ്ലേസ് ആണ്. അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 100ന്റെ പ്ലേസ് വരെ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ സബ്ട്രാക്ഷൻ നോക്കാം. നമ്മൾ ആദ്യം എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ 1s പ്ലേസിൽ നിന്ന് വേണം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് പോകാനായിട്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തന്നെ നമ്മൾ പോകണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 5 ആണ്. നമ്മൾ ഫിംഗേഴ്സിൽ എടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 5 ഫിംഗേഴ്സ് എടുക്കണം. 5 ഫിംഗേഴ്സ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്, എടുത്ത് മാറ്റേണ്ടത് എത്രയാണ്? 3 ആണ് മാറ്റേണ്ടത്. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് 2 ആണ്. ഇതിന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ചെറിയ നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫിംഗറിൽ എടുത്തിച്ച് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ വലിയ നമ്പർ ആകുമ്പോൾ നമ്മുടെ കൈകളിലെ വിരലുകൾ മതിയാവാതെ വരും. അപ്പൊ നമുക്ക് കാലുകളിലെ വിരലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ലൈൻസ് ഒക്കെ വരച്ച് നോക്കിയിട്ട് ചെയ്യണം. അപ്പൊ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കൊരു ബാക്ക്വേർഡ് കൗണ്ടിങ്ങിലേക്ക് പോകാം. അതായത് 5ൽ നിന്നും 3 നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിന് പകരം 3യുടെ കൂടെ എത്ര കൂട്ടിയാൽ 5ൽ എത്താം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിംഗേഴ്സ് അധികം എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ 3യുടെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്. അപ്പൊ ആൻസർ 2 ആയിരിക്കും. അതേ രീതി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 4 - 2 ആണ്. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ 2വിന്റെ കൂടെ എത്ര കൂടി ആഡ് ചെയ്താൽ 4ൽ എത്താം എന്നുള്ളത്. അപ്പൊ 2വിന്റെ കൂടെ ഒരു 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ൽ എത്താൻ പറ്റും. അടുത്തത് 7 - 3 ആണ്. നമുക്ക് 7 ഫിംഗേഴ്സ് എടുത്തിട്ട് 3 കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 3ൽ നിന്നും 7ലേക്ക് പോകാൻ എത്ര ഫിംഗേഴ്സ് എടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് 3യുടെ കൂടെ 4 എഴുതുമ്പോൾ 4 + 3 ആണ് 7. അപ്പൊ കുറച്ച് വലിയ നമ്പരൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. അപ്പൊ ഇതും കൂടെ എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കിയേ, 745 - 323. ദ ഡിഫറൻസ് ഈസ് 422. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ 1s പ്ലേസ്, 10s പ്ലേസ്, 100 പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ഡിജിറ്റ് നമ്പർ ആണ്. ഇവിടെ ആദ്യം നമുക്ക് നോക്കാം. 8 - 5 ആണ്. 8 ഫിംഗേഴ്സ് എടുത്തിട്ട് നമുക്ക് 5 കട്ട് ചെയ്യണം. അതിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് 5ൽ നിന്നും 8ലേക്ക് പോകാൻ എത്ര എടുക്കണം എന്നുള്ളത് നോക്കണം. അപ്പൊ 5ന്റെ കൂടെ നമുക്ക് എത്ര ആഡ് ചെയ്താൽ 8 കിട്ടും? 3 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 5 + 3 ആണ് 8. കുറച്ച് ഈസി ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ് ആണ്. ഇവിടെ നമുക്ക് 10s പ്ലേസ് നോക്കാം. 3 - 0 ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് 0 സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആ നമ്പർ തന്നെ ആയിരിക്കും. അതാണ് 0 പ്രോപ്പർട്ടി ഓഫ് സബ്ട്രാക്ഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സോ ഇവിടെ നമുക്ക് 3 തന്നെ എഴുതാൻ സാധിക്കും. നമ്മൾ 100 പ്ലേസിലേക്ക് വരുമ്പോൾ 8 - 2 ആണ്. 8 ഫിംഗേഴ്സ് എടുത്തിട്ട് നമുക്ക് 2 കട്ട് ചെയ്യാം. അതിൽ എളുപ്പം എന്താണ്? 2വിൽ നിന്ന് 8ലേക്ക് പോകാൻ എത്ര ആഡ് ചെയ്യണം നോക്കണം. അപ്പൊ നമുക്ക് 2വിന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 6 + 2 ആണ് 8 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതും ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. 3 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പ്ലേസ് വാല്യൂ നോക്കിയിട്ടാണ്. 1s പ്ലേസ്, 10s പ്ലേസ് ആൻഡ് 100 പ്ലേസ്. ഇതിന്റെ 1s പ്ലേസ് ആദ്യം നോക്കാം. 5 - 3 ആണ്. 5 ഫിംഗേഴ്സ് എടുത്തിട്ട് 3 കട്ട് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ളത് 3യുടെ കൂടെ എത്ര ചേർത്താൽ 5ൽ എത്താന്നുള്ളത്. 3, 4, 5. അപ്പൊ നമുക്ക് 3യുടെ കൂടെ 2 കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 5ൽ എത്താം. ഇവിടെ നമുക്ക് ഈസിയാണ്. 2 - 1 ആണ്. അപ്പൊ നമുക്ക് 2 ഫിംഗേഴ്സ് എടുത്ത് 1 കട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 1ന്റെ കൂടെ എത്ര കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ൽ എത്താം. 1ന്റെ കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇവിടെ 100ന്റെ പ്ലേസ് നോക്കാം. 6 - 4 ആണ്. അപ്പൊ നമുക്ക് 6 ഫിംഗേഴ്സ് എടുത്തിട്ട് 4 കട്ട് ചെയ്ത് കളയാം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 4ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 6ൽ എത്താം എന്ന് നോക്കണം. അപ്പൊ 4ന്റെ കൂടെ 5, 6, 2 ഫിംഗേഴ്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6ൽ എത്താം. അപ്പം നോക്കിയേ, 625 - 413. ദ ഡിഫറൻസ് ഈസ് 212. അപ്പൊ നമുക്ക് 1-2 എക്സാമ്പിളൂടെ നോക്കാം.
അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ചെയ്ത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 796 മൈനസ് 484 എന്നാണ്. അപ്പൊ ഇത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. പ്ലേസ് വാല്യൂ നോക്കാം. വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ് ആൻഡ് 100 പ്ലേസ്. അപ്പൊ ഇവിടെ നമുക്ക് വൺസ് പ്ലേസിൽ ആദ്യം നോക്കാം. ഏതൊക്കെയാണ്? 6 മൈനസ് 4 ആണ് അല്ലെ. 6 ഫിംഗേഴ്സ് എടുത്തിട്ട് 4 കട്ട് ചെയ്യണം. അതിൽ എളുപ്പം നമുക്ക് എങ്ങനെയാണ് 4ൽ നിന്നും 6ലേക്ക് പോകാൻ എത്ര എടുക്കണം എന്നുള്ളത് നോക്കണം. അപ്പൊ ഓൾറെഡി 4 ഇവിടെ ഉണ്ട്. കണ്ടോ? 4ന്റെ കൂടെ 5, 6, 7 3 ഫിംഗേഴ്സ് കൂടെ എടുക്കുമ്പോ നമുക്ക് എവിടെ ചെല്ലാം? 6ലേക്ക് ചെല്ലാം. സോറി, ഞാൻ അറിയാതെ 7 മൈനസ് 4 ആണ് എടുത്തത്. 7 മൈനസ് 4 അല്ല, നമ്മൾ വൺസ് പ്ലേസ് എടുക്കണം ഫസ്റ്റ്. 6 മൈനസ് 4 ആണ്. അപ്പൊ 6 മൈനസ് 4 എന്നുള്ളത് 6 ഫിംഗേഴ്സ് എടുത്ത് നമ്മൾ 4 കട്ട് ചെയ്തതിന് പകരം 4ൽ നിന്ന് 6ലേക്ക് പോകാൻ എത്ര ഫിംഗേഴ്സ് എടുക്കണം? അപ്പൊ ഓൾറെഡി 4 ഇവിടെ ഉണ്ട്. 4ന്റെ കൂടെ 5, 6 2 ഫിംഗേഴ്സ് എടുക്കണം. അപ്പൊ 4ന്റെ കൂടെ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 6 ലഭിക്കും. ഇനി അടുത്തത് ടെൻസ് പ്ലേസ് നോക്കൂ. 9 മൈനസ് 8 ആണ്. 9 ഫിംഗേഴ്സ് എടുത്തിട്ട് നമുക്ക് 8 കട്ട് ചെയ്യുന്നതിന് പകരം 8ന്റെ കൂടെ എത്ര ചേർത്താൽ 9 കിട്ടും എന്നുള്ളത് നോക്കണം. അപ്പൊ ഓൾറെഡി 8 ഉണ്ടല്ലോ. 8ന്റെ കൂടെ 1 കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 9 കിട്ടും. അപ്പൊ 9 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 1 ആണ് അവിടെ ആൻസർ വരുന്നത്. അതായത് 8 പ്ലസ് 1 9 കിട്ടും. അങ്ങനെ നമ്മൾ നോക്കണം. ഇവിടെ 7 മൈനസ് 4 ആണ്. 7 ഫിംഗേഴ്സ് എടുത്തിട്ട് 4 നമുക്ക് കട്ട് ചെയ്യാം. അതിന് പകരം 4ന്റെ കൂടെ എത്ര കൂടെ ചേർത്ത് വെച്ചാൽ 7ൽ എത്താന്നുള്ളത് നോക്കണം. അപ്പൊ 4 ഓൾറെഡി ഇവിടെ ഉണ്ട്. 4ന്റെ കൂടെ 5, 6, 7 എത്ര ചേർത്തു? 3യും കൂടെ ചേർത്തു. അപ്പം 4ന്റെ കൂടെ 3യും കൂടെ ചേർക്കുമ്പോൾ 7 കിട്ടും. അതായത് 7 മൈനസ് 4 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ പറയേണ്ട പേര് ഡിഫറൻസ് എന്നാണ്. ആൻസർ എന്നല്ല, ഡിഫറൻസ് എന്ന് പറയണം. അപ്പൊ 796 മൈനസ് 484 എന്ന് പറയുന്നത് എത്രയാണ്? ദ ഡിഫറൻസ് ഈസ് 312. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 278 മൈനസ് 136. അപ്പൊ നമ്മൾ ആദ്യമേ വൺസ് പ്ലേസിന് തുടങ്ങുക. 8 മൈനസ് 6 ആണ്. അപ്പൊ 8 ഫിംഗേഴ്സ് എടുത്തിട്ട് നമുക്ക് 6 കട്ട് ചെയ്യാം. അതിന് പകരം നമുക്ക് എളുപ്പമാർഗം എന്താണ്? 6ൽ നിന്നും 8ലേക്ക് പോകാൻ എത്ര ചേർത്ത് വെക്കണം? 6ന്റെ കൂടെ എത്ര ചേർത്ത് വെക്കണം നോക്കണം. അപ്പൊ 6 ഉണ്ട്. അപ്പൊ നമുക്ക് 6 മൈൻഡിൽ വെച്ചിട്ട് 6ന്റെ കൂടെ 7, 8. അപ്പൊ 6ന്റെ കൂടെ എത്ര ചേർത്തു 8ൽ എത്താൻ? 2 ചേർത്ത്. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് 2 എഴുതാം. 6ന്റെ കൂടെ 2 കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. അതായത് 8 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇവിടെ നോക്കൂ. 7 മൈനസ് 3 ആണ്. 7 ഫിംഗേഴ്സ് എടുത്ത് 3 നമുക്ക് കട്ട് ചെയ്യാം. എളുപ്പമാർഗം എന്താണ്? 3യുടെ കൂടെ എത്ര ചേർത്താൽ അല്ലെങ്കിൽ 3യുടെ കൂടെ എത്ര ആഡ് ചെയ്താൽ 7ൽ എത്താൻ നോക്കണം. അപ്പൊ 3 ഓൾറെഡി അവിടെ ഉണ്ട്. അത് നമ്മൾ ഫിംഗേഴ്സിൽ എടുക്കരുത്. 3 മൈൻഡിൽ വെക്കുക. 3 മൈൻഡിൽ വെച്ചു. 4, 5, 6, 7. അപ്പൊ 3യുടെ കൂടെ എത്ര ആഡ് ചെയ്തു? 4 ആഡ് ചെയ്തു. കണ്ടോ? 3യുടെ കൂടെ 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. അതായത് 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 4 തന്നെ ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ദെൻ ലാസ്റ്റ് വൺ 100ന്റെ പ്ലേസ് ആണ്. 2 മൈനസ് 1 ആണ്. 2 ഫിംഗേഴ്സ് എടുത്തിട്ട് 1 നമുക്ക് കട്ട് ചെയ്യാം. ഇതൊക്കെ ചെറിയ നമ്പർ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പർ ആകുമ്പോൾ ഫിംഗേഴ്സ് നമുക്ക് പോരാതെ വരും. അപ്പം 2 മൈനസ് 1 എന്ന് പറയുന്നതിനെക്കാട്ട് നമുക്ക് എളുപ്പം ഏതാ? 1ന്റെ കൂടെ എത്ര ചേർത്താൽ 2 കിട്ടും. അപ്പം ഓൾറെഡി 1 അവിടെ ഉണ്ട്. ആ 1 നമ്മൾ മൈൻഡിൽ വെക്കണം. 1ന്റെ കൂടെ ഒരു 1 കൂടെ ചേർത്താൽ നമുക്ക് 2 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 1 എഴുതാം. കണ്ടോ? അപ്പൊ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പൊ 278 മൈനസ് 136. ദ ഡിഫറൻസ് ഈസ് എത്രയാണ്? 142. അപ്പൊ നമുക്കൊരു 4 ഡിജിറ്റ് നമ്പറിന്റെ സബ്ട്രാക്ഷനോടെ നോക്കാം. ഇവിടെ നമ്മള് 3 ഡിജിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് 4 ഡിജിറ്റ് എന്നാക്കിയിട്ടുണ്ട്. 4 ഡിജിറ്റ് നമ്പറിന്റെ 2 ക്വസ്റ്റ്യനോട് നമുക്ക് ഇവിടെ ചെയ്യാം. സെയിം മെത്തേഡ് ആണ്. ഒറ്റയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? പ്ലേസ് വാല്യൂ ഒരാളും കൂടെ ഇവിടെ കൂടി വന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ 100 വരെയുള്ള പ്ലേസ് വാല്യൂ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു പ്ലേസ് വാല്യൂ കൂടെ കൂടി 1000 എന്നാണ്. 1000 എന്നുള്ള പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ T മാത്രം പോരാ. ക്യാപിറ്റൽ ലെറ്റർ Tയുടെ കൂടെ സ്മോൾ ലെറ്റർ H കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്? പ്ലേസ് വാല്യൂ നോക്കുക. വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ് ആൻഡ് 1000 പ്ലേസ്. കണ്ടോ?
അപ്പൊ ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. സെയിം മെത്തേഡ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മളിവിടെ വിത്തൗട്ട് ക്യാരി ഓവർ ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മറക്കരുത്. അപ്പൊ നമ്മൾ വൺസ് പ്ലേസിൽ നിന്ന് തുടങ്ങാം. നോക്കൂ, 9 മൈനസ് 7 ആണ്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താ, 9 ഫിംഗേഴ്സ് എടുക്കും, അതിൽ നിന്ന് 7 ഫിംഗേഴ്സിനെ നമ്മൾ മാറ്റിയിട്ട് ബാലൻസ് വരുന്നത് എഴുതും. അപ്പൊ നമ്മൾ എളുപ്പ മാർഗത്തിലൂടെ ചെയ്യാം. എങ്ങനെയാണ്, 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 9ലേക്ക് എത്താം എന്ന് നോക്കണം. അപ്പൊ നമ്മൾ 7 മൈൻഡിൽ വെക്കണം, അല്ലാതെ ഫിംഗേഴ്സിൽ വീണ്ടും 7 എടുക്കരുത്. 7നെ നമ്മൾ മൈൻഡിൽ വെക്കുക. 7 മൈൻഡിലാണ്. 7ന്റെ കൂടെ 8, 9. അപ്പൊ 7ന്റെ കൂടെ എത്ര ഫിംഗേഴ്സ് നമ്മൾ ചേർത്തു, 2 ഫിംഗേഴ്സ് ചേർത്തു. കണ്ടോ, അപ്പൊ ഇവിടെ ആൻസർ വന്നു. അതായത് 7ന്റെ കൂടെ 2ഉം കൂടെ ചേർക്കുമ്പോഴാണ് 9 വരുന്നത്. 7 + 2 = 9. ദാറ്റ് മീൻസ് 9 - 7 = 2 എന്ന് വരും. ഇനി 10ന്റെ പ്ലേസ് എടുക്കാം. 6 - 4 ആണ്. നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്, 4ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 6ൽ എത്താൻ നോക്കണം. 4 മൈൻഡിൽ വെക്കുക, 4 മൈൻഡിൽ തന്നെ വെക്കുക. 4, 5, 6. അപ്പൊ 4ന്റെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്തപ്പോൾ 6ൽ എത്തി. സോ 6 - 4 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും, 2 ആയിരിക്കും. 3 - 1 ആണ്. അപ്പൊ 1ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, 1ന്റെ കൂടെ 2, 3. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3ൽ എത്താം. ഓക്കെ, ഇവിടെ 8 - 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 8ൽ എത്താൻ നോക്കണം. 5നെ മൈൻഡിൽ വെക്കുക. 5, 6, 7, 8. അപ്പൊ 3യും കൂടെ ആഡ് ചെയ്തു. കണ്ട, അപ്പം എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, 8369 മൈനസ് 5147. The difference is 3222. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഇവിടെ നോക്കൂ, 9253 മൈനസ് 5132. ഇവിടെ വൺസ് പ്ലേസ് നോക്കാം. വൺസ് പ്ലേസിൽ ആരാണ്, 3ഉം 2ഉം ആണ്. 3ൽ നിന്ന് 2 ഫിംഗേഴ്സ് നമ്മൾ കളയുന്നതിൽ എളുപ്പം എത്രയാണ്, 2ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 3 കിട്ടും. അപ്പൊ 2 മൈൻഡിൽ വെക്കുക. 2ന്റെ കൂടെ 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പൊ 3 - 2 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. ഇവിടെ 5 - 3 ആണ്. അപ്പൊ 3യുടെ കൂടെ എത്ര ആഡ് ചെയ്താൽ 5 കിട്ടുമെന്ന് നോക്കണം. 3 മൈൻഡിൽ വെക്കുക. 3യുടെ കൂടെ 2 ഫിംഗേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 5 കിട്ടും. 3 + 2, 3ഉം 2ഉം 5. അങ്ങനെ നമുക്ക് എഴുതണം. ഇവിടെ 2 - 1 ആണ്. നമ്മൾ എളുപ്പ രീതിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് പോകുന്നത്. 1ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 2 കിട്ടും. 1ന്റെ കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്താൽ 2 കിട്ടും. 1, 1, 2 എന്ന് നമ്മൾ പറഞ്ഞു പോകണം. ഇനി 9 - 5 ആണ്. അപ്പൊ 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 9ൽ എത്താൻ നോക്കണം. 5ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, 5 അന്നേരം മൈൻഡിൽ വെക്കണം. 5, 6, 7, 8, 9. 5ന്റെ കൂടെ എത്ര ഫിംഗേഴ്സോടെ നമ്മൾ എടുത്തുള്ളൂ, 4 ഫിംഗേഴ്സോടെ എടുത്തപ്പോൾ 9 കിട്ടി. അപ്പൊ നമ്മൾ എങ്ങനെയാ, 5ഉം 4ഉം 9. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും ഈ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് കുറച്ചുകൂടെ വലിയ നമ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷനുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.